بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. الله سبحانه وتعالى പരിശുദ്ധ ഖുർആനിൽ അവൻ നമുക്ക് നൽകുന്ന നിഅമത്തുകളെ സംബന്ധിച്ച് പറഞ്ഞു, അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് 2-3 വിഷയങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന നിഅമത്തുകൾ ലാ തുഹ്സൂഹ വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, നിങ്ങൾക്കത് എണ്ണി കൃത്യപ്പെടുത്താൻ സാധിക്കൂല, അത്ര അധികമാണ്. സൂറത്തുർ റഹ്മാൻ ന്റെ തഫ്സീറിൽ ഇമാം സഅദി റഹ്മഹുല്ലാഹു തആല 2 തരം നിഅമത്തുകളെ സംബന്ധിച്ച് പറഞ്ഞു. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചതും അവനെ എഴുതാൻ പഠിപ്പിച്ചതും വായിക്കാൻ പഠിപ്പിച്ചതും ഖുർആൻ പഠിപ്പിച്ചതും, അങ്ങനെ ഓരോ നിഅമത്തുകളും എടുത്തു പറയാൻ. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നത് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, 2 കൂട്ടക്കാരോട്, ഇൻസിനോടും ജിന്നിനോടും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ ഏത് നിഅമത്തിനെയാണ് നിഷേധിക്കുന്നത്? എന്നിട്ട് അല്ലാഹു തആല അദാബിനെ പറ്റി പറയാൻ തുടങ്ങി. സനഫ്റുഗു ലക്കും അയ്യുഹൽ തഖലാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്നിട്ട് നരകവുമായി ബന്ധപ്പെട്ട് നരകത്തിന്റെ അദാബ് സഅദി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അതും ഒരു തരത്തിൽ നിഅമത്താണ്. അല്ലാഹു നരകത്തെ സംബന്ധിച്ച് പറഞ്ഞതും നരകത്തിന്റെ അദാബുകളെ സംബന്ധിച്ച് വിശദീകരിച്ചതും അടിമകളെ സംബന്ധിച്ചിടത്തോളം നിഅമത്താണ്. കാരണം അതൊരു തഖ്വീഫാണ്, അടിമനെ പേടിപ്പിക്കലാണ്. ആ ഭയപ്പെടുത്തൽ അടിമകളെ നന്മയിലേക്ക് കൊണ്ടുപോകും. അല്ലാഹുവിനെ പേടിക്കും, ജഹന്നമിനെ ഭയം ഉണ്ടാവും, അദാബിനെ ഭയപ്പെടും, അപ്പൊ നന്മകൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നോക്കിയാൽ അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തുകളെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തുള്ള മുഴുവൻ മരങ്ങളുടെയും കൊമ്പുകളെ പേനയാക്കിയിട്ട് ഉപയോഗിക്കും, 7 കടലുകളെയും മഷിയായിട്ടും ഉപയോഗിക്കും. സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാതുല്ലാഹ്. പക്ഷെ അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തുകളെ തിട്ടപ്പെടുത്താൻ, എഴുതി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത്രയധികം നിഅമത്തുകൾ അല്ലാഹു മനുഷ്യന് തന്നു. സഅദി റഹ്മഹുല്ലാഹു തആല സൂറത്തുർ റഹ്മാന്റെ തഫ്സീർ പറഞ്ഞപ്പോൾ അർ-റഹ്മാൻ പിന്നെ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ഖലഖൽ ഇൻസാൻ, അതിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു ഖൽഖിയത്തുൽ ഇൻസാൻ, അതൊരു നിഅമത്താണ്, മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ നിഅമത്താണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ നോക്കുന്നില്ലേ? അതിൽ തന്നെ നിങ്ങൾക്ക് അല്ലാഹുവിന് നിർബന്ധമായും ശുക്ർ ചെയ്യാനുള്ള ഒരുപാട് നിഅമത്ത്. ശരീരത്തിന്റെ രൂപയിലും അതിന്റെ ഘടനയിലും ശരീരത്തിന്റെ അവയവങ്ങളുടെ ഫിറ്റിങ്ങിലും അതിന്റെ നീളത്തിലും വീതിയിലും ഒക്കെ അല്ലാഹുവിന്റെ നിഅമത്തുകൾ ഒളിഞ്ഞു കിടക്കുന്നു. അദ്ദേഹം ഓരോന്നെടുത്ത് പറഞ്ഞു, കണ്ണുകള്, ചെവി, കൈകാലുകൾ, വിരലുകൾ, നഖം, പുരികം, മുടി, രോമങ്ങൾ, ഇങ്ങനെ ഓരോന്നോരോന്നോരോ എല്ലാം അല്ലാഹുവിന്റെ നിഅമത്താണ്. അതുകൊണ്ടാണ് അല്ലാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫൽകുറൂ യാ ബനി ഇസ്രായീൽ ഉദ്കുറൂ നിഅമതി അല്ലതി
അൻഅംതു അലൈക്കും. ബനൂ ഇസ്രായേലേ, ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന നിഅമത്തുകളെ നിങ്ങൾ ഓർക്കണം. അപ്പോഴേ ശുക്ർ വരൂ, ഓർക്കുമ്പോഴേ നന്ദി വരൂ. നിങ്ങൾ മറന്നുപോകും, വിസ്മരിച്ചു പോകും. തന്റെ നിഅമത്തുകളെ മറക്കുന്നവൻ നന്ദി കെട്ടവനാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, അള്ളാഹു തരുന്ന നിഅമത്തുകൾക്ക് ഒരുത്തൻ ശുക്ർ ചെയ്യുന്നില്ലെങ്കിൽ ആ നിഅമത്ത് അവന് അദാബായി മാറാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അനുഗ്രഹം നൽകപ്പെടും, പക്ഷെ ആ അനുഗ്രഹം അവന്റെ ഉപകാരത്തിനെത്തൂല, അവന്റെ ജീവിതത്തിൽ അത് ഉപദ്രവകാരിയായി മാറും. അല്ലാഹു കാക്കട്ടെ. ആരോഗ്യം, സമ്പത്ത്, സൗകര്യങ്ങൾ, വീട്, കുടുംബം, ഇതൊക്കെ ചിലപ്പോൾ അദാബായി മാറിയേക്കാം. എപ്പോൾ? ശുക്റില്ലാതെയായ. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, അല്ലാഹു നമുക്ക് നൽകുന്ന നിഅമത്തുകളുടെ ശുക്ർ നാവ് കൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞൊടുക്കലല്ല. നമ്മൾ സാധാരണ ശുക്രൻ അഷ്കുറു അല്ല. ശരിക്കുള്ള ശുക്ർ അമലുസ് സാലിഹാത്താണ്. പ്രവർത്തികൾ ചെയ്തുകൊണ്ട് വേണം അല്ലാഹുവിനെ ശുക്ർ കാണിക്കാൻ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു നിഅമത്തുകൾക്ക് നൽകുന്ന നിഅമത്തുകൾ ലാ തുഹ്സുഹ. പക്ഷെ എല്ലാ നിഅമത്തുകളും ഒരുപോലെയല്ല. ഫദ്ദല ബഅദുഹാ അലാ ബഅദ്. അല്ലാഹു ചിലതിനേക്കാൾ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്, ചിലതിന് വിലമതിക്കാൻ സാധിക്കില്ല. ഉലമാക്കൾ രണ്ട് തരത്തിലാണ് നിഅമത്തുകളെ നമുക്ക് മനസ്സിലാക്കി തന്നത്, ദുന്യവിയ, ഉഖ്റവിയ. ദുന്യവിയ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ജീവിതത്തിന് മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ എന്ത് വേണോ അത് കിട്ടുക. അത് കിട്ടിയിട്ടില്ലെങ്കിലോ ആവശ്യം പൂർത്തിയാവൂലേ ഉള്ളൂ. കണ്ണില്ലാത്ത മനുഷ്യന്മാരില്ല, കാഴ്ചയില്ലാത്ത ആൾക്കാർ ജീവിക്കും, അവർക്കെല്ലാ നിയമവും ബാധകവുമാണ്. പക്ഷെ കണ്ടുകൊണ്ടുള്ള ഉപയോഗം എന്താണോ അത് പൂർത്തിയാവൂല, എന്നേ ഉള്ളൂ. വേറെ നഷ്ടങ്ങളൊന്നും സംഭവിക്കാനില്ല. നിയമങ്ങളെല്ലാം നിയമങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ പറയും, ഇതാ എന്നെ എന്റെ റബ്ബ് ആക്ഷേപിക്കാൻ കാരണക്കാരനായ മനുഷ്യൻ വന്നിരിക്കുന്നു. എന്നിട്ട് ബഹുമാനിക്കും, ആദരിക്കും. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വലിയ പണക്കാരും പ്രഭുക്കന്മാരും പ്രമാണിമാരുമായ ആൾക്കാരോട് സംസാരിച്ചിരിക്കുകയാണ് ദീന്റെ കാര്യം. അപ്പൊ മക്കത്തുള്ള പ്രമാണിമാർക്കൊരു സ്വഭാവമുണ്ട്, അവര് താഴേക്കിടയിലുള്ള ആൾക്കാരെ തീരെ കൂടെ കൂട്ടില്ല. അതവർക്ക് ഇഷ്ടമല്ല. ദീനുൽ ഇസ്ലാം തിരുത്തിയ ഒരു ദുസ്വഭാവമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇസ്ലാം തിരുത്തിയ ഒരു ദുസ്വഭാവമാണ്. പാവങ്ങളെ കൂടെ കൂട്ടാതിരിക്കുക, പാവങ്ങളെ അടുപ്പിക്കാതിരിക്കുക, പാവങ്ങളെ ചങ്ങാതിമാരാക്കാതിരിക്കുക. ഇതൊന്നൊരു മുസ്ലിമിന് യോജിച്ച പരിപാടിയല്ല. മറ്റേ ദുആ എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാകീൻ. അല്ലാഹുവേ, നന്മ ചെയ്യാനുള്ള തൗഫീഖ് ഞാൻ ചോദിക്കുന്നു, വെറുക്കപ്പെട്ട കാര്യങ്ങളെ ഒഴിവാക്കാനുള്ള തൗഫീഖ് ഞാൻ ചോദിക്കുന്നു, പാവങ്ങളോടുള്ള ഇഷ്ടവും ഞാൻ ചോദിക്കുന്നു. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഖുറൈശികളുടെ ഒരു മോശപ്പെട്ട സ്വഭാവമാണ് പാവങ്ങളെ മാറ്റിയിട്ട് പ്രമാണിമാര് മാത്രം കൂടെ കൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വേള അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, പ്രമാണിമാരാണ് ഇപ്പം ഖബ്ബാബിനെ പോലെ, ഹുബൈബിനെ പോലെ, അമ്മാറിനെ പോലെ, യാസറിനെ പോലെ, ബിലാലിനെ പോലെ, ഇബ്നു ഉമ്മു മക്തൂമിനെ പോലെ, ഇബ്നു മസ്ഊദിനെ പോലെയുള്ള പാവങ്ങളൊന്നും വരാതിരുന്നെങ്കിൽ നല്ല തന്നെ. കാരണം അവർ വന്നാൽ ഇവരെണീച്ചു പോകും. ഇവരെ കിട്ടിയാൽ ഒരു മുതലാണ്. കാരണം അവരനുസരിക്കുന്ന അവരുടെ കുടുംബം, അവരുടെ കീഴിലുള്ള ആൾക്കാർ, അവരുടെ അടിമകള്, ഇവരെല്ലാം ഇസ്ലാമിലേക്ക് വരും. ആ നല്ലൊരു നീയത്തിലാണ് അവരെ മാത്രം ഇരുത്തി റസൂലുള്ളാഹി തങ്ങൾ ദഅവത്ത് ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് അത് ചെറിയൊരു പ്രയാസം ഉണ്ടാക്കി. ഈ സമയത്ത് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അത് തോന്നിയതും ജിബ്രീൽ വഹയുമായി വന്നു. അബസ വതവല്ല. നബിയെ, അങ്ങ് മുഖം തിരിച്ചു കളഞ്ഞു അല്ലേ? അൻജാഅഹുൽ അഅമ. ആ അന്ധനായ മനുഷ്യൻ അങ്ങയെ കാണാൻ വേണ്ടി വന്നപ്പോ ചെയ്തത് തീരെ ശരിയായിട്ടില്ല.
അന്നേരം തന്നെ അള്ളാന്റെ ആക്ഷേപം അള്ളാഹു ഇറക്കി. സൂറത്ത് അബസ. അള്ളാഹു പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത്. ഇസ്ലാമിൽ ഇല്ലാത്ത പ്രമാണിമാരെ നോക്കിയിട്ട് നിങ്ങളെ കൂടെ വന്ന ഈ പാവങ്ങളെ മറക്കുന്ന സ്വഭാവം ഇനി നേരിൽ കാണിച്ചു പോകാൻ പാടില്ല. നമുക്ക് താക്കീത്. ഈ ബിനു മക്തൂം അന്ധനാണ്, പക്ഷെ ഇസ്ലാമിന്റെ നിയമം കൃത്യമായും പാലിച്ചേ പറ്റൂ എന്ന് താക്കീത് ചെയ്യപ്പെട്ട ആളാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. ഒരു റിക്വസ്റ്റ് ചെയ്യാനല്ലോ. റിക്വസ്റ്റ് എന്താണെന്നറിയോ? നബിയെ, എന്റെ വീട് മദീനത്തെ പള്ളിയിൽ നിന്ന് കുറെ ദൂരത്താണ്, ഏകദേശം 7 കിലോമീറ്ററുകൾക്കപ്പുറം. ഹദീസിൽ വന്ന സ്ഥലവും ഇന്ന് നിലനിൽക്കുന്ന ആ ഭാഗങ്ങളും പരിശോധിച്ചാൽ വർത്തമാനകാല പണ്ഡിതന്മാർ പറഞ്ഞു 7 കിലോമീറ്റർ ദൂരെ പള്ളിയിൽ നിന്ന്. അമേ റോഡിലെ പള്ളിയിൽ നിന്ന് ഏകദേശം എവിടെ വരെ എത്തും? 7 കിലോമീറ്റർ പോയാൽ മേൽപ്പുറമ്പെത്തോ? മേൽപ്പുറമ്പും കഴിയും, കടനാട് വരെ നോക്കാം. അതായത് അമേ റോഡ്, നമ്മുടെ ഈ സലഫി പള്ളിയും കടനാടാണ് ഇബ്നു മക്തൂമിന്റെ വീട്. 5 നേരവും നടന്നിട്ട് നിസ്കരിക്കാൻ വരും. 5 നേരവും നടന്നിട്ട് നിസ്കരിക്കാൻ വരും. അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് എന്താ അറിയോ? നബിയെ, ഞാൻ അന്ധനാണ്, എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള വഴി, നമുക്കിപ്പോ ഹൈവേ അല്ലേ, സൈക്കിൾ മതി, അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ മതി, കാറിന്റെ വേണമെന്നില്ല, ഈസിയായിട്ട് നിസ്കരിക്കാൻ വരാം. ഇവയെ ഞാൻ വരുന്ന വഴി കല്ലുകളും മുള്ളുകളും നിറഞ്ഞ മലമ്പാതയാണ്. മക്ക ഫുള്ള് മലയാണ്. ഇന്നും തന്നെ, അന്ന് പിന്നെ എങ്ങനെ ഉണ്ടാവും? വെറും മലകൾ മാത്രം. പാറക്കെട്ടുകൾക്കിടയിൽ ഇഴജന്തുക്കളും വിഷജന്തുക്കളും ഉണ്ടാവും. എനിക്കത് കാണാനും കഴിയില്ല. എന്റെ കൈപിടിച്ച് പള്ളിയിലേക്ക് വഴി കാണിക്കാൻ ഒരടിമനെ വാങ്ങാന്ന് വിചാരിച്ചാൽ എനിക്ക് പൈസയില്ല. ഞാൻ ഫക്കീറാണ്, അഹ്ലുസുഫയിൽപ്പെട്ട ആളാണ്. ഇബ്നു മക്തൂം. ഞാൻ പള്ളിയിൽ വരണോ നബിയെ? തക്കതായ കാരണമാണ്. ഏതൊരു മനുഷ്യനും എന്താ പറയാ, അയാൾ വരണപ്പ, എന്തിന് ഇത്ര കഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ തന്നെ പാമ്പ് തേടുള്ള വഴിയാണ്, കണ്ണും കാണൂല, എന്നിപ്പോ അയാൾ വരുന്നു. ഞാൻ പറഞ്ഞു നോക്കിയാൽ ശരിയാണ്. എന്റെ വിശ്വാസമാക്കൾ പറഞ്ഞു, വേണ്ട, നീ വരണ്ട. അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി. കാരണം വലിയൊരു റുഖ്സയാ കിട്ടിയത്, വലിയൊരു ഇളവാ കിട്ടിയത്. തിരിഞ്ഞു നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിച്ചു, യബ്ന ഉമ്മ മക്തൂം, ബിലാലിന്റെ ശബ്ദം കേൾക്കാറുണ്ടോ? ഭയങ്കര സൗണ്ടിന്റെ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ റസൂലുള്ളാഹി തങ്ങൾ ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിച്ചത്. ബിലാൽ ഇബ്നു റബാഹിന്റെ ബാങ്ക് പ്രശസ്തമായത് ട്യൂണിലല്ല കേട്ടോ, രാഗത്തിലല്ല. ബാങ്കിൽ രാഗം ഇസ്ലാം നിയമമാക്കിയിട്ടില്ല, ശബ്ദത്തിലാണ്. വളരെ ഉയർന്ന സൗണ്ടിലാവണം ബാങ്ക് കൊടുക്കണം. കാരണം അത് അറിയിക്കാനുള്ള ഒരു വസീലയാണ്, നിസ്കാരത്തിന്റെ ടൈം അറിയിക്കാൻ. ആ നബിയെ, ഞാൻ ബിലാലിന്റെ ശബ്ദം കേൾക്കും. 7 കിലോമീറ്റർ അപ്പുറത്തുള്ള ശബ്ദം കേൾക്കുമോ? നമുക്ക് ആ സംശയം വരാനുള്ള കാരണം എന്താണ്? അതിലെ ലോറി പോകുന്നുണ്ട്, ബസ് പോകുന്നുണ്ട്, കാറ് പോകുന്നുണ്ട്, അവിടെ മാർക്കറ്റ് ഉണ്ട്, അവിടെ ബിൽഡിംഗ് ഉണ്ട്, അവിടെ ജനറേറ്റർ ഉണ്ട്. അന്ന് അതൊന്നുമില്ല. അന്ന് വീറാൻ സഹറ, അന്ന് ശബ്ദകോലാഹലമില്ല. വണ്ടിയുണ്ടോ? കുതിരയും കാളയും കഴുതയും ഒട്ടകല്ലേ അവിടെ ഉള്ളൂ. അന്ന് അന്തരീക്ഷം ക്ലിയർ അല്ലേ, ശബ്ദകോലാഹലമില്ലല്ലോ. ആ നബിയെ, ഞാൻ ശബ്ദം കേൾക്കാറുണ്ട്. ഫഅജിബ്, നീ വന്നേ പറ്റൂ. നിസ്കരിക്കാൻ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചേ പറ്റൂ. അന്ധനായ ഇബ്നു മക്തൂമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്. നമ്മൾ എന്ത്, എത്ര സൗകര്യമുണ്ട്, ആരോഗ്യം, കാഴ്ച, വാഹനം, വരാനുള്ള വഴി സൗകര്യം എല്ലാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അപ്പം ദുനിയാവിൽ നൽകപ്പെടുന്ന ഈ നിഅമത്തുകൾ ഇല്ലെങ്കിലും ആവശ്യം നടക്കൂലെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം മറ്റുള്ള പോലെ തന്നെയാണ്. പക്ഷെ ആ നിഅമത്തുകൾ ചിലപ്പോൾ നമ്മളെ വിട്ടിട്ട് പോയേക്കാം, അല്ലെങ്കിൽ നമ്മൾ അതിനെ ബാക്കിയാക്കിയിട്ട് പോകും. ബേസ് ആൾക്കാരെ കണ്ണെല്ലാം പിന്നെ ഉപയോഗിക്കുന്നില്ല, ഇത് ആവശ്യം പൂർത്തിയാക്കാനുള്ളതാണ്. അതേസമയം ഉലമാക്കൾ പറഞ്ഞ രണ്ടാമത്തെ അനുഗ്രഹം നിഅമത്തുൽ ഉഖ്റവിയ്യ, അല്ലാഹു, അതായത് ആഖിറത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ
ലക്ഷ്യം പൂർത്തിയാവാനുള്ള ഏക നിഅമ അത് ദീനുൽ ഇസ്ലാമാണ്. ബാക്കി ദുനിയാവിൽ എല്ലാ നിഅമത്തുണ്ട്, ഇസ്ലാം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഇസ്ലാം കിട്ടി, വേറൊന്നും കിട്ടിയില്ല, അവനെല്ലാം കിട്ടിയവനാണ്. ദീനുൽ ഇസ്ലാം അത് വിജയത്തിന്റെ രാജപാതയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതോ അടിമകൾക്കിടയിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. നമുക്ക് നമ്മുടെ വില അറിയില്ല പ്രിയപ്പെട്ടവർ. അമേറോഡിലെ പള്ളിയിൽ ഇപ്പൊ ഇരുന്നിട്ട് ഞാൻ ഈ പറയുന്ന വർത്താനം കേൾക്കുന്ന ഈ മുവഹിദുകൾക്ക് നമുക്ക് കിട്ടിയ ഇതിന്റെ വില അറിയില്ല, മനസ്സിലായില്ല. സ്വഹാബത്ത് അറിഞ്ഞു. എന്തുകൊണ്ടറിയോ? അത് കിട്ടിയതിന്റെ പേരിൽ അവർക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഒരു കാര്യം ഉറപ്പാണ്, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ പ്രകാരം ഒരു കാര്യം ഉറപ്പാണ്, ഒരു മുസ്ലിമും മുസ്ലിമായത് ഉപ്പയും ഉമ്മയും മുസ്ലിമായത് കൊണ്ടല്ല, ഒരിക്കലുമല്ല. അങ്ങനെ വിശ്വസിച്ചാൽ ആ വിശ്വാസം തെറ്റ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദക്ക് എതിരാണ് ആ വിശ്വാസം. നീ എന്താ മുസ്ലിമായത്? എന്റെ തറവാട് ഇസ്ലാമിന്റേതാണല്ലോ, ഇപ്പൊ പണ്ടേ മുസ്ലിമാണല്ലോ, ഉമ്മയും മുസ്ലിമാണ്. ഒരമുസ്ലിമിന്റെയും മക്കൾ അമുസ്ലിമായി ജനിച്ചത് അവന്റെ ഉപ്പയും ഉമ്മയും അമുസ്ലിമായത് കൊണ്ടല്ല എന്നല്ല, അമുസ്ലിമായിട്ടല്ല ജനിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് അംഗീകരിച്ചുകൊണ്ടാണ് എല്ലാ മക്കളും ജനിക്കുന്നത്. സെലക്റ്റഡാണ്. അല്ലാഹു തെരഞ്ഞെടുക്കലാണ്. ഇവൻ എന്റെ ദീനിന് വേണം, ഇവൻ എന്റെ ദീനിന് വേണ്ട. അല്ലാഹു അൽഹംദുലില്ലാഹ്. ഇസ്ലാം സഹാബത്തിന് കിട്ടിയപ്പോൾ അവർ ശരിക്കും അതിന്റെ വില മനസ്സിലാക്കി. കാരണം അതിന്റെ പിറകിൽ അവർക്ക് സഹിക്കേണ്ടി വന്ന പരീക്ഷണങ്ങൾ ചെറുതൊന്നുമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. മക്കക്കാരായ സഹാബാക്കൾ, കച്ചവടക്കാർ, ബന്ധുക്കൾ അവിടെയാണ്, വീടവിടെയാണ്, തറവാട് അവിടെയാണ്, ഭാര്യമാരവിടെയാണ്, മക്കൾ അവിടെയാണ്. എന്നുവെച്ചാൽ അവരുടെ വേദികൾ മക്കയിലാണ്. അവർ മുസ്ലിമീങ്ങളായി. ഖുറൈശികൾ ആക്രമിക്കാൻ തുടങ്ങി. മുസ്ലിമായതിന്റെ പേരിന് മാത്രം വേറെ ഒരു പ്രശ്നം അവർക്കില്ല. കച്ചവടം ചെയ്തോളൂ, കുഴപ്പമില്ല, ബിസിനസ് ചെയ്തോളൂ, കല്യാണം കഴിച്ചോളൂ, വേറെ എന്തും ആയിക്കോളൂ. ഇസ്ലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന പിതാമഹന്മാർക്ക് പരിചയമില്ലാത്ത, അതാ ഖുറൈശികൾ പറഞ്ഞു, നമ്മുടെ പിതാമഹന്മാർക്ക് പരിചയമില്ലാത്ത പുതിയ ഈ രീതി അത് നമ്മൾ സഹിക്കില്ല. സഹാബാക്കൾ എന്ത് ചെയ്തു? ഹിജറ ചെയ്തു. അബ്സീനിയായിരുന്നു. ഹിജറ എന്ന് പറഞ്ഞ ചെറിയ സംഘം. ഇപ്പൊ നമ്മൾ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു, അധ്വാനിച്ചു, നല്ലൊരു കച്ചവടമൊക്കെ ഉണ്ടാക്കി, നാട്ടിൽ നല്ല വീടെല്ലാം വെച്ചു, മാസ വരുമാനത്തിനുള്ള എല്ലാ സെറ്റപ്പുകളും തയ്യാറാക്കി. അപ്പൊ ഒരിക്കലും പറയാം, എല്ലാവരുടെ കുട്ടിക്ക് വണ്ടി വിട്ടോളണം, ഒന്നുകിൽ നമ്മൾ പറയും പോലെ ജീവിച്ചോളണം, ഈ മുസ്ലിമായിട്ട് എനിക്ക് ജീവിക്കേണ്ടതെങ്കിൽ ഇവിടുന്ന് വണ്ടി വിട്ടോളണം. കണ്ടില്ല നമ്മൾ സമരങ്ങൾ മൊത്തം? പറ്റുമോ? അതാർക്കും പറ്റില്ല. റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പന വന്നു, സഹാബാക്കളെ വിഷയം പ്രയാസമാണ്, ദീൻ കൊണ്ട് ഇവിടെ നിൽക്കൽ ഇനി പ്രയാസം, ശാരീരികമായി വല്ലാതെ ഉപദ്രവിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഫ്രിക്കയിലേക്ക് ഹിജറ പോവാം. ഹിജറ പോവാന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട വേദികളെ മക്കത്ത് വിട്ടിട്ട് യാത്രയാവലാണ്. 80 ആൾക്കാർ പോയില്ലേ അബസീനിയയിലേക്ക്, നജാശി രാജാവിന്റെ നാട്ടിലേക്ക്. അദ്ദേഹം അന്ന് നസ്രാണിയാണ്. ക്രിസ്ത്യാനികളുടെ നാട്ടിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഇവരെ അയച്ചു, ഇവരുടെ ദീൻ സംരക്ഷിക്കാൻ, ഈമാനിനെ സംരക്ഷിക്കാൻ. അവരോടെത്തി. മക്കത്ത് ദാറുൽ നദ്വയിൽ പ്രമാണിമാരുടെ യോഗം കൂടി. അംർ ബിനുൽ ആസിനെ ദാറുൽ നദ്വയിൽ നിന്ന് തീരുമാനിക്കപ്പെട്ടു അബസീനിയയിലേക്ക് ദൂതനായി നിയോഗിക്കാൻ ഖുറൈശികളുടെ. അവിടെ ചെന്ന് നജാശി രാജാവിനെ കണ്ട് ഇവരെ സംബന്ധിച്ച് പറഞ്ഞ് അവരെ തിരിച്ച് പിടിച്ച് മക്കത്തെത്തിക്കാൻ. എന്ത് കാരണം? അംർ ബിനുൽ ആസും നജാശി രാജാവും കൂട്ടുകാരാണ്. കാരണം എന്താ അറിയോ? അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു ഭയങ്കര വാക്ചാതുര്യതയുള്ള ഒരു മനുഷ്യൻ, സംസാരിക്കാൻ ഭയങ്കര കഴിവാണ്.
അബിസീനിയയിലേക്കും മറ്റും കച്ചവടത്തിനായി മറ്റൊക്കെ പോകുമ്പോൾ അറബികളുടെ ഈ സംസാരത്തിൽ നജ്ജാശി രാജാവ് ആകൃഷ്ടനാവും. അങ്ങനെ നല്ലൊരു ബന്ധം അംർ ഇബ്നുൽ ആസ് ഈ രാജാവുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല മക്കത്തിൽ നിന്ന് പോകുമ്പോൾ നജ്ജാശി രാജാവിന് ഒരുപാട് സമ്മാനങ്ങളും മറ്റും അംർ ഇബ്നുൽ ആസ് കൊണ്ടുപോകും. പഴയ കാലത്തെ രീതി അനുസരിച്ച്. അതുകൊണ്ടാണ് അംർ ഇബ്നുൽ ആസിനെ മക്കക്കാരെ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണ് അവർ അബസീനിയയിൽ ചെന്ന് നജ്ജാശി രാജാവിനെ കണ്ടിട്ട് പറഞ്ഞു, ഇത് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്, ഇവര് പുതിയ ഒരു മതം സ്വീകരിച്ചവരാണ്, ഇവരെ വിട്ടുതരണം, അങ്ങ് വിട്ടുതരണം. നിങ്ങളുടെ നാട്ടില് ഇവർക്ക് നിർഭയത്വം നിങ്ങൾ കൊടുക്കരുത്. നമ്മുടെ പിതാമഹന്മാരെ ധിക്കരിച്ച് നമ്മുടെ നാട്ടിന്റെ രീതികളെ മാനിക്കാതെ പുതിയൊരു മതത്തിന്റെ ആൾക്കാരായിട്ട് ജീവിക്കുന്നവരാണ്, അതുകൊണ്ട് വിട്ടുതരണം. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിന്റെ കൊട്ടാരത്തിൽ സംസാരിച്ചു. അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞ വാക്കെന്താ അറിയാം? നമ്മുടെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്ന ദീനനുസരിച്ച് ജീവിക്കാൻ നാട്ടുകാർ സമ്മതിക്കാതിരുന്നപ്പോൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ അബിസീനിയയിലേക്ക് പോയിക്കോളൂ, അവിടെ നല്ല കാരുണ്യമുള്ളൊരു രാജാവുണ്ട്. ഫസ്റ്റലിന്റെ എടുത്തിട്ടു. അതാണ് ഹിക്മത്ത്, അതാണ് ഹിക്മ. ഇൽമ അതാണ്. സാന്ദർഭികമായിട്ട് വാക്കുകൾ വരണം, സാന്ദർഭികമായി തീരുമാനങ്ങൾ ഉണ്ടാവണം. അത് അഖിലിന്റെ ഭാഗമാണ്. ഒരാൾക്ക് വലിയ ബുദ്ധിയുണ്ട് എന്ന് പറയുന്നതിനെ കൊണ്ട് ബുദ്ധിയാവില്ല. ഒരുപാട് ഡിഗ്രികൾ ഉണ്ടെന്ന് പറഞ്ഞാലും അയാൾക്ക് അഖിലുണ്ടെന്ന് പറയാൻ കഴിയില്ല. സാന്ദർഭികമായിട്ടുള്ള ഇടപെടലുകളും സംസാരവും തീരുമാനങ്ങളും അതൊക്കെ തന്റെ ബുദ്ധി അടക്കുന്ന അളവുകൾ. ജാഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മുടെ പ്രവാചകൻ പറഞ്ഞു, നജ്ജാശി രാജാവിന്റെ അടുത്ത് പോയാൽ മതി, അദ്ദേഹം കരുണയുള്ള മനുഷ്യനാണ്. എനിക്ക് കരുണയില്ലായ്മ കാണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞു, ഓ എന്നായിരിക്കും, എന്താ നിങ്ങളുടെ പ്രവാചകൻ പറയുന്നത്? അപ്പൊ അദ്ദേഹം ആ പ്രസിദ്ധമായ പ്രഭാഷണം നടത്തി. നമ്മള് മനുഷ്യരെ പോലും തിരിച്ചറിയാത്ത ജീവിക്കുകയായിരുന്നു. നമ്മൾ കഴിവുള്ളവർ കഴിവില്ലാത്തവരെ കൊല്ലും, അന്യന്റെ മുതൽ അപഹരിക്കും, അനന്തരാവകാശികളുടെ സ്വത്ത് കട്ടെടുത്ത് തിന്നും. കൊലപാതകം നമ്മളുടെ ഒരു രീതിയാണ്. നമ്മൾ അള്ളാഹുവിനെ വിട്ട് മഖ്ലൂഖാത്തുകളെ ആരാധിക്കാൻ അങ്ങനെ എല്ലാം പറഞ്ഞു. പക്ഷെ നമ്മളിൽ നിന്നും തന്നെ നമുക്കറിയാവുന്ന, കുടുംബം അറിയാവുന്ന, പരമ്പര അറിയാവുന്ന, നമ്മൾ അൽ അമീൻ എന്ന് വിളിച്ചു പോകുന്നവരാണ് അള്ളാഹു നമുക്ക് നബിയാക്കി നിയോഗിച്ചു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. അപ്പോഴാണ് നജ്ജാശി രാജാവ് ചോദിച്ചത്, എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന, ഓതിത്തരുന്ന ആ വഹി എന്താണ്? സൂറത്തുൽ മറിയം മനോഹരമായി ചോദിക്കുന്നു. ذكر رحمة ربك عبده زكريا എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا صبيا. ഇങ്ങനെ മറിയം ബീവിന്റെ കഥ തീരുന്നവരെ ചരിത്രം അവസാനിച്ച് ഈസ നബി ജനിക്കുന്ന കഥയെല്ലാം പറഞ്ഞ് ജാഫർ റളിയല്ലാഹു അൻഹു ഓതി നിർത്തുമ്പോഴേക്കും നജ്ജാശി കരയാൻ, രാജാവ് വല്ലാണ്ട് കരയാൻ. അംർ ഇബ്നുൽ ആസിന്റെ കണ്ണു തള്ളി. കാരണം ഈ രാജാവിനോട് ഇവരെ പറ്റി മോശമായി പറഞ്ഞ് ഇവരെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷെ ഇവരെ ആയത്ത് കേട്ടിട്ട് രാജാവ് കരയാൻ. നജ്ജാശി പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഇതും ഇഞ്ചീലിൽ ഞാൻ വായിച്ചതും ഒരേ കേന്ദ്രത്തിൽ നിന്നും വന്നതാണ്, അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇഞ്ചിൽ അങ്ങനെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇവര് മാറ്റിയ ഇഞ്ചിലല്ല ഇന്ന് പറയുന്ന ഇഞ്ചിൽ, അവര് തഹരീഫ് ചെയ്തു. അന്ന് പറഞ്ഞ ഇഞ്ചിൽ എന്താ തന്നെയുള്ളത്? ഈസ നബി മറിയമിന്റെ മോനെ തന്നെയുള്ളത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്റെ നാട്ടിൽ ആക്രമിക്കപ്പെടുകയില്ല. നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ അവന്റെ ജീവിതം പിന്നെ ജയിലിലായിരിക്കും. പൂർണ്ണ നിർഭയത്വം അള്ളാഹു നൽകി അനുഗ്രഹിച്ചു. പക്ഷേ നാടും വീടും എല്ലാം വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിന്? ദീൻ. പക്ഷെ നമുക്കതറിയില്ല. നമ്മൾ അതുകൊണ്ടാണ് ദീനിനെ മാറ്റിവെക്കേണ്ടുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കാൻ കഴിയുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ദീനങ്ങ് മാറ്റുന്നു. നമുക്ക് ദീൻ അറിയാത്ത പോലെ പല പരിപാടികളിലും, പല ആഘോഷങ്ങളിലും, ചിലപ്പം വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, കച്ചവടത്തിൽ, ഇടപാടുകളിൽ, ഇതിലൊക്കെ നമുക്ക് സന്ദർഭം ചാൻസ് കിട്ടിയാൽ ദീനൊന്നും മാറ്റി. എന്നുള്ളതല്ലോ വരെ അറിയില്ല. പരീക്ഷിക്കപ്പെട്ടിട്ടില്ല നമ്മൾ. അല്ലാഹു ആകട്ടെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാണ്ട് സ്നേഹിച്ച മൂത്താപ്പയാണ് അബൂ താലിബ്. രണ്ടാൾക്കാർ കുഫറിലും പ്രധാനപ്പെട്ട രണ്ടാൾക്കാർ ഇസ്ലാമിലുമായിരുന്നു. അബൂ താലിബും അബൂ ലഹബും കുഫറിലായി മരിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ മൂത്താപ്പമാർ. ഹംസയും അബ്ബാസും മുസ്ലിമായി വഫാത്തായി. അബൂ താലിബിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശർഈയായ മുഹബ്ബത്തല്ല കേട്ടോ. ഞാൻ പറയുന്നത് ശർഈയായ മുഹബ്ബത്തല്ല. ശർഈയായ മുഹബ്ബത്ത് സഹാബത്തിനാണ്, സംശയമൊന്നുമില്ല. അതേസമയം ഒരു നാടൻ സ്നേഹമുണ്ടല്ലോ, അത് അബൂ താലിബിനെ പോലെ ലോകത്തൊരാൾക്കുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ സ്നേഹിച്ചു. അന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നു. ഒരു വഴിയിൽ ഇറങ്ങി തമ്പടിച്ചു കച്ചവടക്കാർ. അപ്പോഴാണ് യഹൂദികളിൽപ്പെട്ട ഒരു പുരോഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നത്. അന്ന് ചെറിയ വയസ്സേ ഉള്ളൂ, ചെറുപ്പക്കാരനാണ്. ചോദിച്ചു, ഇവന്റെ പേരെന്താണ്? മുഹമ്മദ് എന്നാണ്. ആൾക്കാർ പറഞ്ഞു ഈ പയ്യന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഇവന്റെ കൂടെ ആരുമില്ലേ? കൂടെ ഇരുന്ന ആളിതാണ് അബൂ താലിബിനെ ചോദിച്ചു. ആ പുരോഹിതൻ അബൂ താലിബിനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, യാത്ര തുടരണ്ട, തിരിച്ചു പോയിക്കോ, തിരിച്ച് മക്കത്തേക്ക് പോയിക്കോ. കാരണം ഇവൻ ജൂതന്മാരാൽ കൊല്ലപ്പെടാൻ ചാൻസ് ഉണ്ട്. അതിനാ പുരോഹിതൻ പറഞ്ഞ കാരണം എന്താ അറിയോ? ഇവൻ വന്ന് വിശ്രമിക്കാൻ ഇരുന്ന ഈ മരത്തിന്റെ തണലിൽ ഇതിനു മുമ്പ് പ്രവാചകന്മാര് മാത്രമേ വിശ്രമിക്കാൻ ഇരുന്നിട്ടുള്ളൂ. കാരണം തൗറാത്തിൽ ഇഞ്ചിന്റെ ലക്ഷണങ്ങളുണ്ട്. ലോകത്തെ നിയോഗിതരായ മുഴുവൻ അൻബിയാ മുർസലീങ്ങളും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബശാറത്ത് നൽകിയിട്ടുണ്ട്. വരാൻ പോകുന്ന പ്രവാചകനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്, അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അബൂ താലിബിന് പേടിയായി. കച്ചവടം മാറ്റി മക്കളെ ഏൽപ്പിച്ചു, നേരെ മക്കത്തേക്ക് പിടിച്ചു. ശരിയാവില്ല. അങ്ങനെ സംരക്ഷിച്ചും സ്നേഹിച്ചും കൊണ്ട് നടന്നു അബൂ താലിബ്. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്, കളിയാക്കാറുണ്ട്, രഹസിക്കാറുണ്ട്. ദേഹോപദ്രവം ചെയ്തിട്ടില്ല. ഏതുവരെ? അബൂ താലിബ് മരിക്കുന്നത് വരെ. അബൂ താലിബ് മരിച്ചപ്പോൾ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ആമുൽ ഹുസ്ൻ എന്നാണ് ആ വർഷം അറിയപ്പെട്ടത്, സങ്കടത്തിന്റെ വർഷം. ഖദീജ ബീവി വഫാത്തായി, അബൂ താലിബ് മരിച്ചു. പക്ഷെ ഈ അബൂ താലിബ് ഒന്ന് മുസ്ലിമായി കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പണിയെടുത്തു. അവസാനം മൂത്താപ്പ പറഞ്ഞു, മോനെ വേണ്ടപ്പ, ഖുറൈശികൾ കേൾക്കും ഞാനിത് പറഞ്ഞാൽ, കലിമ പറഞ്ഞാൽ ഖുറൈശികൾ അറിയും. അവര് പറയുമ്പോ അബ്ദുൽ മുത്തലിബിന്റെ മോൻ അബൂ താലിബിന്റെ നേതാവായിട്ടെന്താ കാര്യം? മുഹമ്മദിന്റെ പുതിയ മതത്തിലേക്ക് പോയിട്ട് അമേരിച്ചത് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കും, എന്നെ കളിയാക്കും. അതെനിക്ക് താങ്ങാൻ കഴിയില്ല മോനെ. അപ്പൊ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ചെവിയിൽ പറഞ്ഞു, ആരും അറിയണ്ട, ആരും കേൾക്കണ്ട, ഞാൻ ആരോടും പറയുന്നില്ല. അബൂ താലിബ് പറഞ്ഞു, മോനെ എന്നാലും എന്റെ മരണത്തിന് ശേഷം എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ അള്ളാഹു വല്ലാണ്ട് ദേഷ്യം പിടിച്ചു. അള്ളാഹു ആയത്ത് വെച്ചു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ. നബിയെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നിങ്ങളെ ഇഷ്ടമുണ്ട്, അതിനെ കൊണ്ടൊന്നും ഒരാൾക്ക് ഹിദായത്ത് കിട്ടൂല. ഹിദായത്ത് കിട്ടൽ ആർക്കാണ്? അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. അജാസ് ഉത്ബയുടെയും സൈബയുടെയും തോട്ടത്തിലെ കാവൽക്കാരനാണ് അജാസ്. തായിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ ദീൻ പറയാൻ പോയി. നമുക്കെല്ലാം ദീൻ പറയാൻ പോയിട്ട് ഒരു കല്ലേറ് കൊണ്ടാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഖുറാഫികൾ സ്റ്റേജ് കയ്യേറി, മൈക്ക് വലിച്ചെറിഞ്ഞു, സ്പീക്കർ വലിച്ച് കീറി, കസേര അടിച്ചു പൊളിച്ചു. നമുക്ക് ഖൈറാണ്, അതൊക്കെ നമുക്ക് ഖൈറ് തന്നെയാണ്. കാരണം അള്ളാന്റെ വഹ്ദാനിയത്ത് പറയുമ്പോൾ ഒരു മണ്ണെങ്കിലും നമ്മുടെ ദേഹത്ത് വീഴണം, ഒരു മണ്ണെങ്കിലും കൊള്ളണം. കാരണം എന്താ അറിയോ? ഉടമസ്ഥന്റെ ദർബാറിൽ അത് നമുക്ക് സാക്ഷ്യപത്രമാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പക്ഷെ നമുക്ക് ഇത്തിരി വരുമ്പോൾ നമ്മൾ അതിനെ ഭയങ്കര പർവ്വതീകരിച്ച് ഈ മതിയപ്പ, എനിക്കൊരു ഏറുകൊണ്ട് എനിക്ക് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫ് പോയപ്പോൾ ചരിത്രങ്ങൾക്ക് അറിയാം, കല്ലെറിഞ്ഞത് കാലിലാണ്. കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചത് കാലിനാണ്, ഓടാതിരിക്കാൻ, അവിടെ വീഴാൻ, എന്നിട്ട് ഉപദ്രവിക്കാൻ. അത്ര ക്രൂരതയാണ് തായിഫുകാർ കാണിച്ചത്.
ഒരുപക്ഷെ ചരിത്രത്തിൽ പറയപ്പെടുന്നു, ഇന്നും സൗദിയിൽ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും, ചിലപ്പോ തായിഫിലുള്ള മനുഷ്യന്മാർക്ക് ബുദ്ധി കുറവാണ്. അല്ലാഹു അലം. മെന്റൽ ഹോസ്പിറ്റൽ തായിഫിലാണത്ര സൗദിയിലും. അതിൽ ചില ചരിത്രകാരന്മാർ കാരണം പറയും, പാരമ്പര്യമാണ്. അല്ലാഹു അലം. പക്ഷെ അന്നാ മലക്ക് വന്ന് ചോദിച്ചിരുന്നു. അന്നാ മലക്ക് ആദ്യമായിട്ട് ഭൂമിയിൽ ഇറങ്ങിയത് ജിബ്രീലിന്റെ കൂടെ. ജിബ്രീൽ പറഞ്ഞു, നബിയെ, മലക്ക് പർവ്വതമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കാണിത്. ഇന്ന് ആദ്യമായിട്ട് ഭൂമിയിലേക്ക് വരുന്നത് അങ്ങക്ക് വേണ്ടി അല്ലാഹു അയച്ചതാണ്. അങ്ങ് പറഞ്ഞാൽ 2 മലകൾക്കിടയിൽ തായിഫുകാരെ വേണമെങ്കിൽ അരച്ചിട്ടില്ല എന്നൊക്കെ. തായിഫ് പോയിട്ടുണ്ടോ? മുഴുമലയാണ്, മുഴുമല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി, അല്ലാഹുവേ എന്റെ ജനതക്ക് പുറത്തു കൊടുക്കരുത്. അല്ലാഹുവേ, ഇന്നഹും ലാ യഅലമൂൻ, അറിയായിട്ട് ചെയ്തു പോയതാണ്. ചിലപ്പോൾ ആരെങ്കിലും അവരെ മക്കളെ കൂട്ടത്തിലെങ്കിലും തൗഹീദിലേക്ക് വരും. അത്ര നല്ല മനസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേസമയത്ത് നൂഹ് നബി എന്താ പറഞ്ഞത്? റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ, അല്ലാഹുവേ ദുനിയാവിൽ ഒരു കാഫിറിനെ പോലും ബാക്കിയാക്കരുത്, സർവ്വത്തിനെയും മുക്കിക്കൊണ്ടേക്കണം. സഹിക്കാൻ പറ്റാണ്ട്. മൂസ നബിയോ, إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا اطمس على وجوههم. അല്ലാഹുവേ, നീ ഫിർഔനും പട്ടാളക്കാർക്കും ഇഷ്ടംപോലെ കൊടുത്തു, നിന്റെ വഴിയിൽ നിന്ന് നിന്റെ അടിമകളെ മാറ്റാൻ വേണ്ടി അവരത് ഉപയോഗിക്കുന്നത് നശിപ്പിച്ചേക്കുന്നു റബ്ബേ. ദുആ. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അറിയാത്തോണ്ട് അല്ലാഹുവേ നീ പുറത്തു കൊടുത്തേക്ക്. എന്തൊരു നല്ല മനസ്സാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി ഉജ്ബയുടെയും ശൈബയുടെയും മുന്തിരിത്തോട്ടത്തിൽ ബോധം കെട്ട് വീണു. ഈ ദീനു വേണ്ടിയിട്ട് പരീക്ഷണം. നമുക്കൊരു പനി വന്നാൽ തന്നെ നമ്മളെ കഥ കഴിഞ്ഞു. ശരീരത്തിലോ മറ്റോ പരീക്ഷണങ്ങൾ വരുന്നതിന്റെ അപ്പുറത്ത് ദീനിൽ പരീക്ഷിക്കപ്പെട്ടാൽ അത് അപകടമാണ്. അതുകൊണ്ടാണ് ദുആ ചെയ്യാൻ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ലാ തജഅൽ മുസീബതനാ ഫീ ദീനിനാ, അല്ലാഹുവേ നമ്മളിലുള്ള പരീക്ഷണം നീ നമ്മുടെ ദീനിലാക്കല്ലേ. കാരണം നമ്മൾ തോപ്പിടും. രോഗിയായാൽ ചിലപ്പോൾ നമ്മൾ ക്ഷമിക്കും നോക്കാം, മരുന്നെല്ലാം കഴിച്ചാൽ എങ്ങനെങ്കിലും ഭേദമാവും, ക്ഷമിക്കും, സഹിക്കും. പക്ഷെ നമ്മുടെ ദീൻ പരീക്ഷിക്കപ്പെട്ടാൽ, ഈമാൻ പരീക്ഷിക്കപ്പെട്ടാൽ നമ്മൾ പെട്ടുപോകും. നമ്മുടെ ഈമാൻ അത്ര ദഈഫാണ്, അത്ര ബലഹീനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കിടപ്പ് കണ്ടപ്പോൾ ഉദ്ബനെ ശൈബനെ അറിയില്ലേ, റസൂലുള്ളാഹിന്റെ ശത്രുക്കളാണ്. അവർക്ക് ആ കിടപ്പ് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല. അവരെ കാവൽക്കാരനെ വിളിച്ചു, കാവൽക്കാരനെ അദാസിനെ വിളിച്ചു. ഇത് പറഞ്ഞു, കുറച്ച് മുന്തിരി കൊണ്ടു കൊടുത്തു, മുഹമ്മദ് കഴിച്ചോട്ടെ, ക്ഷീണം മാറ്റട്ടെ. അദാസ് ഒരു പാത്രത്തിൽ മുന്തിരി പറിച്ച് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു, കഴിക്കാൻ കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ ആ മുന്തിരി എടുത്തു, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ അദാസ് ചോദിച്ചു, ഞാൻ ഈ നാട്ടിൽ പൊതുവെ കേൾക്കാത്തൊരു വർത്താനാണല്ലോ ഇത്. തായിഫിൽ ആരും അങ്ങനെ പറയാനില്ല, റസൂലിനെ പറയാനില്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടാ, നിങ്ങൾ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അപ്പൊ നീ ഏത് നാട്ടുകാരനാ? ഞാൻ നീനാവാക്കാരനാണ്. നീനാവ, യൂനുസ് നബിയുടെ നാട്. അപ്പൊ അല്ലാഹു റസൂൽ തിരിച്ചു ചോദിച്ചു, ഓഹോ, എന്റെ സഹോദരൻ യൂനുസ് ബിൻ മത്തായുടെ, മത്താ യൂനുസ് നബിയുടെ ഉപ്പാന്റെ പേരാണ്, അതാണ് ഇപ്പോഴത്തെ മത്തായി. ആ മത്തായാണ് ഇപ്പോഴത്തെ മത്തായി. യൂനുസ് ബിൻ മത്തായുടെ നാട്ടുകാരൻ. അപ്പൊ ഈ അദാസ് ചോദിച്ചു, യൂനുസിനെ എങ്ങനെ അറിയാം? സുഹാൻ പറഞ്ഞു, ഞാൻ നബിയാണ്, യൂനുസിന്റെ പിൻഗാമിയായി നിയോഗിതനായ പ്രവാചകനാണ്. അദാസ് പാത്രം വലിച്ചിട്ടാണ് റസൂലുള്ളാഹി തങ്ങളെ കാലിൽ ചുംബിക്കുന്നു, കയ്യിൽ ചുംബിക്കുന്നു, തലയിൽ ചുംബിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അദാസിന്റെ ഈ സന്തോഷം കണ്ടപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട ഏറിന്റെ വേദന മുഴുവൻ അങ്ങ് മറന്നു. റാഹത്തായി ചിരിച്ച് പുഞ്ചിരിച്ച് സമാധാനത്തോടെ മക്കത്തേക്ക് മടങ്ങി. എന്താ കാര്യം എന്നറിയോ? ഒരാളെ ഹിദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയധികം ആഗ്രഹിച്ചു. കാരണം ദീൻ അത്ര വിലപ്പെട്ടതാണ്. അത് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ജൂത പയ്യന്റെ വീട്ടിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി പോയി. ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. ഇസ്ലാം അതൊന്നും തടസ്സമല്ല. തടസ്സമാണെന്ന് ആരെങ്കിലും പറഞ്ഞു വെറുതെ ഉണ്ടാക്കുന്നതാണ്. ഹിന്ദുക്കളെ കാണാൻ പോവാ, ക്രിസ്ത്യാനികളൊക്കെ സന്ദർശിക്കാൻ പോവാ, ധനമണ്ണിൽ പോകാൻ പാടില്ല, ഓരോ വെള്ളം കുടിക്കാൻ പാടില്ല. ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഒരു ബാബുണ്ട്, കിതാബുൽ അവാനി.
പാത്രങ്ങളുമായി ബന്ധപ്പെട്ട ഫിഖ്ഹിന്റെ മസലകൾ. അതിലൊരു മസല എന്താ അറിയോ? അമുസ്ലിമീങ്ങളുടെ പാത്രം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ? ഒരു മസല. ആ മസലയിൽ ഉലമാക്കൾ എഴുതി അസ്ലൻ ഫിൽ അസ്ലി, അടിസ്ഥാനപരമായി ആനിയത്തുൽ കുഫാരി മുബാഹുൻ, കാഫിറുകളുടെ പാത്രങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ്. വെറുതെ ഇടുക്കമാക്കുന്നത് ഇസ്ലാമിനെ. വിശാലമാണ് ഇസ്ലാം. പാത്രങ്ങളും സഹാബാക്കളെ യാത്രയിലാണ്. സുദീർഘമായ ഹദീസാണ് ഒരു ഭാഗം. യാത്രയിലാണ്. വുദൂ ചെയ്യേണ്ട സമയങ്ങൾ വെള്ളമില്ല. നോക്കുമ്പോൾ മരുഭൂമിയിൽ ഒരു ചെറിയ കൂടാരം കണ്ടു. നേരെ പോയി. അപ്പൊ ഒരു മുശ്രിക്കത്തിന്റെ വീടാണ്. ഒരു മുശ്രിക്കത്തായ പെണ്ണാണ് അവിടെ താമസിക്കുന്നത്. പെണ്ണുങ്ങൾ വയസ്സുണ്ട്. ചോദിച്ചു കുറച്ച് വെള്ളം തരുമോ? അവർ അവരുടെ തോൽപാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന വെള്ളം റസൂലുള്ളാഹി തങ്ങൾക്ക് എടുത്തു കൊടുത്തു. അവർ ആ വെള്ളം വെച്ച് വുദൂ ചെയ്തു. ആ ഹദീസിൽ ഈ സംഭവത്തെ ഫിഖ്ഹിന്റെ ഉലമാക്കൾ തെളിവാക്കിയിട്ട് പറഞ്ഞു, അമുസ്ലിമിന്റെ വെള്ളമോ പാത്രമോ നമുക്ക് ഉപയോഗിക്കാം. കാരണം റസൂലുള്ളാഹി തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മുബാഹൻ. സൂക്ഷിക്കണമെന്നാണ്. നജസ് വന്ന് ചേരാൻ ചിലപ്പോൾ പട്ടികളെ വളർത്തുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ വൃത്തി കുറവുണ്ടാവും. അത് ശ്രദ്ധിക്കാം. ഖലാസ്. ഉബാഹൻ. ജൂതന ജോലിയായപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കാണാൻ വേണ്ടി പോയി. നമ്മളെ കടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ആ മുസ്ലിമീങ്ങൾ. കാണാൻ പോകണം, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം, അവർക്ക് സാമ്പത്തികമായിട്ട് സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കണം, ഭക്ഷണം ഉണ്ടെങ്കിൽ കൊടുക്കണം. പുരക്ക് മറ്റൻ ബിരിയാണി വെച്ചു വെള്ളിയാഴ്ച, പാത്രത്തിലാക്കിയിട്ട് പുരക്കി കൊണ്ടുവന്ന് ഷോപ്പ് കൊണ്ടുവന്നിട്ട് ചെക്കനെ തിന്നാൻ കൊടുക്കണം, വെച്ചോടി. അതൊക്കെ ഒരു ദഅവത്തിന്റെ ഭാഗമാണ്. മുസ്ലിം ഉമ്മയുടെ ജീവിതം ദഅവയാണ്. അള്ളാഹു നമ്മളെ ആ രീതിയിൽ കബൂൽ ചെയ്യട്ടെ. ഞാൻ ഇന്നൊരു ദർസ് കേട്ടു. മദീനത്തുള്ള ഒരു ഷെയ്ഖുണ്ട്, അല്ലെങ്കിൽ യൂപിക്കാരനായ ഒരു പണ്ഡിതൻ. നല്ലൊരു വാച്ച് കെട്ടിയാൽ ജീവിതം ഭംഗിയാവില്ല, നല്ലൊരു വസ്ത്രം ധരിച്ചാൽ ജീവിതം ഭംഗിയാവില്ല. നമ്മൾ സഞ്ചരിക്കുന്നത് 50 കോടി 2 കോടി ഉറുപ്പിന്റെ വാഹനത്തിലാണ്, ജീവിതം മനോഹരമാവില്ല. നമ്മളെ വീട് അതിമനോഹരമാണ്, ഭയങ്കരമായി നമ്മൾ ഇന്റീരിയറൊക്കെ ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ജീവിതം മനോഹരമാകും. ജീവിതത്തെ മനോഹരമാക്കുന്നത് സ്വഭാവമാണ്. ഒരാൾ വീടെടുത്തു, നല്ല സിമന്റും കല്ലും കട്ടയും ഒക്കെ നല്ല ഒറിജിനൽ സാധനം വെച്ചിട്ട് കൊലയെടുത്തു. പക്ഷെ അയാൾ പെയിന്റ് അടിക്കുന്നില്ലെങ്കിലോ ആരും നോക്കൂല. പോലെ ഒരു കല്ലിന് 50 ഉറുപ്പിക പറഞ്ഞിട്ട് ആൾക്കാർ ഒന്നും നോക്കുന്നില്ല. ആൾക്കാർ കാണുന്നത് ഏതാ? ഉള്ളിലെ കല്ല് കാണുകയില്ല. ആൾക്കാർ കാണുന്നത് പുറത്തടിച്ച പെയിന്റാണ്. ആ പെയിന്റാണ് മുസ്ലിമീങ്ങൾക്ക് സൽസ്വഭാവം. ഒരാൾ അറിയപ്പെടുന്നത് സ്വഭാവത്തിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജൂത ചെക്കനെ കാണാൻ വേണ്ടി പോയി. തലയുടെ ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ അസ്ലിം തസ്ലം, മുസ്ലിമായിക്കോ, എനിക്ക് രക്ഷപ്പെടാം. അതാണ് സത്യം, അതാണ് ഹക്ക്. ഈ പയ്യൻ ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കി. ഉപ്പ നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ആ ഉപ്പ പറഞ്ഞ വാക്കെന്താ അറിയോ? മോനെ അത്യ അബൽ ഖാസിം, അബുൽ ഖാസിം പറയുന്ന അനുസരിച്ചോ. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ആ ജൂതന് പോലും 100% ഉറപ്പുണ്ട്, എന്റെ മോന്റെ കാര്യത്തിൽ മോശമായി മുഹമ്മദ് ഒരിക്കലും ചിന്തിക്കൂല. അങ്ങനെയാവണം ഓരോ മുവഹ്ഹിദുകളും, തൗഹീദിന്റെ ഓരോ പ്രബോധകരും അങ്ങനെയാവണം. ജീവിതം ഇങ്ങോട്ട് വിരൽ ചൂണ്ടപ്പെടാത്ത അവസ്ഥയിൽ ശുദ്ധമാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം ഉപ്പാന്റെ ഒറ്റ മറുപടി, മോനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായി. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് കൈ നോക്കി, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, നരകത്തിൽ നിന്ന് ആ മോനെ കാത്ത അല്ലാഹുവേ, നിനക്കാണ് സർവ്വസ്വം. ദീൻ അത്ര വിലമതിക്കുന്നതാണ്. അതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹു തന്നത്. അതിനുള്ള ചാൻസ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് പറയാനുള്ള ഭാഗ്യം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ സുജൂദ് എണീക്കാൻ കഴിയില്ല. അതിന്റെ മഹത്വം ചിന്തിച്ചാൽ സുജൂദിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയില്ല. അത്ര വില പിടിപ്പുള്ളതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, അതിനെ ചിലപ്പോൾ അല്ലാഹു പരീക്ഷിക്കും. സഹാബാക്കളെ പരീക്ഷിച്ച പോലെ. സഹാബത്തിന് 100ൽ 110 മാർക്കാണ് പരീക്ഷ.
ദീന്റെ പരീക്ഷ, രോഗിയാക്കിയിട്ട് പരീക്ഷിക്കും, സമ്പത്ത് കുറച്ചിട്ട് പരീക്ഷിക്കും, മരണങ്ങൾ അടുത്ത ബന്ധുക്കളെയോ മറ്റോ മരിപ്പിച്ചിട്ട് പരീക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതെല്ലാം മതി. മിസ്കീനാണ്, മിസ്കീൻ. ഒരു ദിവസം ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഭാര്യമാരുടെ വീട്ടിലും കയറി ചോദിച്ചു, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടാവുമോ? നമ്മളൊക്കെ ഈ പറയുന്ന ഞാനടക്കാട്ടോ, ശുക്ർ ചെയ്താൽ മതിയാവൂല. സുരക്ഷമായി നമ്മൾ ഭക്ഷണം കഴിക്കല്ലേ. ഒന്നുമില്ലെങ്കിൽ നമ്മളെ പരക്ക അടുക്കളയിൽ ഒരു ബിസ്ക്കറ്റെങ്കിലും ഉണ്ടാവില്ല, ഒരു നേന്ത്രപ്പഴമെങ്കിലും ഫ്രിഡ്ജിലുണ്ടാവില്ല, എന്തെങ്കിലും ഉണ്ടാവും. തങ്ങൾ എല്ലാ വീട്ടിലും കയറി, ഒന്നുമില്ല. മോളെടുത്തോളൂ. മോള് ഫാത്തിമത്തുൽ സഹറ എന്റെ കരളിന്റെ കഷണമാണ് ഫാത്തിമ. പെമ്മക്കളെപ്പോഴും ഉപ്പമാർക്ക് അങ്ങനെയാണ്, ഉപ്പമാർക്ക് പെമ്മക്കളെപ്പോഴും അങ്ങനെയാണ്. ഖിത്താഅത്തു ഖബ്ദാണ്, കരളിന്റെ കഷ്ണാണ്. മോളെ, ഹൽ ഇൻദകി ശൈഉൻ ഇന്ന അബാക ജാഇഅ. മോളെ, ഇതിന്റെ അടുത്ത് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമോ? പാപ്പാക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ട്. ഫാത്തിമാന്റെ നെഞ്ച് കത്തി. കാരണം ഉപ്പ അങ്ങനെ ചോദിക്കുന്ന ആളല്ല, വിശപ്പ് സഹിക്കാൻ വയ്യ. ജാബിർ എന്ന് പറഞ്ഞു, ദിവസങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചു. മോള് പറഞ്ഞു, ഒന്നുമില്ല വാപ്പ. കാരണം ആ വാപ്പാന്റെ മോളെ വീടാണ്, ഒന്നുമില്ല. തങ്ങൾ ചിരിച്ചുകൊണ്ട് പോയി പള്ളിയിലേക്ക്. കാരണം റസൂലുള്ളാഹി തങ്ങൾ എപ്പം അങ്ങനെ ചുരുക്കൊന്നുമില്ലെങ്കിൽ അന്ന് നോക്കും. കുറച്ച് കഴിഞ്ഞപ്പം ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്കൊരു അടിമപ്പെണ്ണ് ഒരു പാത്രത്തില് കുറച്ച് റൊട്ടിയും ആട്ടിന്റെ ഇറച്ചിയും പാചകം ചെയ്തിട്ട് കൊണ്ടുവന്നു. ഫാത്തിമ ബീവിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഹസൻ ഹുസൈനും വീട്ടിലുണ്ട്, കരയാൻ തുടങ്ങി. മോള് പറഞ്ഞു, വല്ലാഹി ലഊസിറന്ന റസൂലല്ലാഹ്, നിങ്ങൾക്ക് തരൂല മക്കളെ, ഇതെന്റെ ഉപ്പ കൊണ്ടേ കൊടുക്കണം. എന്റെ ഉപ്പ വിശന്നിട്ടാ എന്റെ ഭക്ഷണം ചോദിച്ച് വന്നത്, ഇതെന്റെ ഉപ്പാക്ക് കൊണ്ടേ കൊടുക്കണം. പലർത്ത് വന്നു. ബാബു റസൂലുള്ളാഹി തങ്ങൾ പാത്രം തുറന്നു, ഭക്ഷണം കണ്ടു. അൽഹംദുലില്ലാഹ്. ഈ ചോദിച്ചെന്താ അറിയോ? മിൻ ഐന ലകി യാ ബുനയ്യ, മോളെ ഭക്ഷണം എടുത്ത് കിട്ടി? ഫാത്തിമയുടെ മറുപടി എന്താ അറിയോ? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. വാപ്പ, അല്ലാഹു തന്നതാ ഭക്ഷണം, അല്ലാഹു തന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദി ശബ്ബഹകി ബിസയ്യിദതി ബനി ഇസ്രായീൽ. ബനു ഇസ്രായീലിന്റെ നേതാവായ ആ സ്ത്രീയെ പോലെ എന്റെ മോളയാക്കിയ അല്ലാഹുവിനെ സർവസ്തുതിയും. മറിയമിനെ പോലെ. സക്കറിയ നബി വന്നിട്ട് ചോദിച്ചില്ലേ, യാ മറിയം അന്നാ ലക്കി ഹാദാ, എഴുതി കിട്ടി? അപ്പൊ മറിയം പറഞ്ഞ മറുപടി അതാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്, അല്ലാഹു തന്നതാണ്. പട്ടിണി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. പക്ഷെ ഒരു വാക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് എന്തിപ്പോ അന്ന് ഇങ്ങനെ. നമ്മൾ എത്ര പറയുന്നു പ്രിയപ്പെട്ടത്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സദഖ ചെയ്യുന്നുണ്ട്, അങ്ങനെ ആക്കുന്നുണ്ട്, ഇങ്ങനെ ആക്കുന്നുണ്ട്, എന്നിട്ട് എന്തൊക്കെ എന്റെ ജീവിതം ഇങ്ങനെ. ഒരു വാക്ക്. ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഒരു റൊട്ടിയുടെ കഷ്ണം കൊണ്ട് റസൂലുള്ളാഹിന്റെ പുറത്തേക്ക് വന്നു. തൊലികളയാത്ത ഗോതമ്പിന്റെ റൊട്ടി ഉപ്പാക്ക് കൊടുത്തു. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ കൈമ വാങ്ങി ചവച്ചു. പറഞ്ഞു, മോളെ, അല്ലാഹ് 3 ദിവസമായി നിന്റെ ബാപ്പ എന്തെങ്കിലും കഴിച്ചിട്ട് 3 ദിവസത്തിന് ശേഷം ഇന്ന് ആദ്യമായി നിന്റെ ബാപ്പ കഴിക്കുന്നത് ഈ റൊട്ടിക്കഷണമാണ്. റസൂലുള്ളാഹിന്റെ ജീവിതം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പട്ടിണി കിടക്കണം എന്നല്ല പറഞ്ഞത്, അതോർമ്മ വേണം, അതോർമ്മ വേണം. മക്കള് സുബഹി തങ്ങൾക്ക് 7 മക്കളുണ്ട്. അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം, 3 ആൺമക്കൾ. അബ്ദുള്ളാക്ക് താഹിർ എന്ന് പറഞ്ഞൊരു പേര് കൂടിയുണ്ട്. സൈനബ്, റുഖയ്യ, ഉമ്മു കൽസൂം, ഫാത്തിമ. 7 മക്കൾ, 4 പെണ്ണും 3 ആണും. ഈ 3 ആൺമക്കളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് കബറടക്കി. പെമ്മക്കൾ കെട്ടിച്ചു പോകുമ്പോൾ സാധാരണ പോകുമ്പോൾ പിന്നെ മറക്കും, ആ ടെൻഷനൊക്കെ മറക്കും. പക്ഷെ ആൺമക്കൾ അങ്ങനെ ആയിരിക്കില്ല, അവർക്ക് താങ്ങും തണലുമാണ് ആൺമക്കൾ. 3 ആളും ഒപ്പാക്കൾ. ഇബ്രാഹിം റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ കിടന്നിട്ടാണ് ഇരിക്കുന്നത്.
തങ്ങളുടെ കണ്ണും നിറഞ്ഞൊഴുകി. തങ്ങൾ കരഞ്ഞു. മോന്റെ മരണം നേർക്കുനേരെ കാണുക. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിച്ചു, യാ റസൂലല്ലാഹ് തബ്കി, നബിയെ അങ്ങ് കരയുന്നു? യാ അബ്ദുറഹ്മാൻ ഹാദിഹി റഹ്മ, ഇതെന്റെ മനസ്സിലുള്ള കാരുണ്യമാണ്. അബ്ദുറഹ്മാൻ, ഇതെന്റെ മോനല്ലേ, മോൻ മരിക്കുമ്പോൾ എനിക്ക് വിഷമാവുന്നിരിക്കും. തങ്ങൾ കരഞ്ഞു. പിന്നെ പിടിച്ചു നിർത്തി കരച്ചല്ലേ. കാരണം സഹാബാക്കൾ മൊത്തം കാണുകയാണ്. പക്ഷെ നിന്നില്ല. പിന്നെയും കരച്ചിൽ പുറത്തേക്ക് വന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ വല്ലാഹി ഇന്നാ അലാ ഫിറാഖിക ലമഅ്സൂലൂൻ, നീ നമ്മളെ വിട്ടുപിരിഞ്ഞ് പോകുന്നതിൽ നമുക്ക് വലിയ സങ്കടമുണ്ട് മോനെ. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് പറയാൻ ഞാൻ തയ്യാറല്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാണ് അള്ളാഹു പറയാൻ പഠിപ്പിച്ച വാക്ക്. അതേ ഞാൻ പറയുന്നു. പരീക്ഷണം സാമ്പത്തികമായി വന്നു, ശരീരത്തിൽ വന്നു, വീട്ടിൽ വന്നു, കുടുംബത്തിൽ വന്നു, ദീന്റെ കാര്യത്തിൽ, സഹാബാക്കളുടെ കാര്യത്തിൽ വന്നു, ഉമ്മത്തിന്റെ കാര്യത്തിൽ ക്ഷമിച്ചു, സഹിച്ചു, ജയിച്ചു. ആ റസൂലുള്ളാഹിനെ നോക്കി പഠിച്ച സഹാബാക്കൾ അവരുടെ ദീൻ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. രോഗവും മറ്റും കൊടുത്തിട്ടല്ല, ദീൻ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ അവര് പിടിച്ചു നിന്നു, മാറിയില്ല. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഓടി വന്നു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കരഞ്ഞോണ്ട്, നബിയേ അടി സഹിച്ചു, ചാട്ടവാറ് കൊണ്ട് അടിച്ചു സഹിച്ചു, ശരീരം മുറിച്ചു സഹിച്ചു. അവസാനം അബൂലഹബ് വാട് ചൂടാക്കി പഴുപ്പിച്ച് നെഞ്ചത്ത് വെച്ചിട്ട് ഉരുക്കി. അത് താങ്ങാൻ പറ്റാതായപ്പോ ഞാൻ, നബിയെ നിങ്ങൾക്ക് ചേരാത്ത പല വർത്താനവും പറഞ്ഞു പോയി നബിയെ. അപ്പൊ എന്നെ ബുദ്ധിമുട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാർ തങ്ങളെത്തുന്നതിന് മുമ്പ് ജിബ്രീൽ വന്നു. നബിയെ നിങ്ങളെ ശിഷ്യൻ പരീക്ഷയിൽ പാസ്സാന്ന് പറഞ്ഞു. നിങ്ങളെ ശിഷ്യൻ പരീക്ഷയിൽ പാസ്സാ, 100 മാർക്കിൽ പാസ്സാണ്. വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, അമ്മാറിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിറച്ചും ഈമാനാണ്. അത് അല്ലാഹ് കണ്ടിട്ടുണ്ട് നബിയെ. അമ്മാറിനോട് വിഷമിക്കണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞു, അമ്മാർ വഇൻ ഉദ്ത ഫഉദ്, ഇനിയും നിന്നെ അതേപോലെ ആവർത്തിച്ചു ഉപദ്രവിച്ചാലും നീ പറഞ്ഞ പോലെ പറഞ്ഞ പ്രശ്നമില്ല, നിന്റെ ഖൽബ് അല്ലാഹു അറിഞ്ഞിട്ടുണ്ട്, നീ പാസ്സാണ്. നമ്മൾ എവിടെ പ്രിയപ്പെട്ടവരെ പാസ്സായിട്ടുള്ളൂ? സ്വന്തത്തെ പറ്റി ചിന്തിച്ചു. അല്ലാഹു നമ്മളെ വിജയിപ്പിച്ച ദീന്റെ കാര്യത്തിൽ പരീക്ഷ വന്നാൽ തോറ്റുപോവാൻ. ആ അമ്മാർ പോയ സ്വർഗമാണ് നമ്മളും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നത്. അതേ സ്വർഗം. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കാണാനും നടക്കത്തിലും സ്വഭാവത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ എന്ന് സഹാബാക്കൾ പറഞ്ഞ ജഅഫർ ബിൻ അബീ ത്വാലിബ്, റസൂലുള്ളാഹിന്റെ മൂത്താപ്പന്റെ മോൻ, അബൂ ത്വാലിബിന്റെ മോൻ ജഅഫർ റളിയല്ലാഹു അൻഹു. മുഅ്തദ് യുദ്ധത്തിന് വേണ്ടി 100 സേനാധിപന്മാർ റസൂലുള്ളാഹി തെരഞ്ഞെടുത്തു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ, ജഅഫർ ബിൻ അബീ ത്വാലിബ്, മറ്റൊരു സഹാബി. തങ്ങൾ പറഞ്ഞു, ഇതിൽ 3 ആളും ഷഹീദായാൽ മുസ്ലിമുകൾ വേറെ ആരെങ്കിലും തെരഞ്ഞെടുത്തേക്ക്. മുഅ്തദ് യുദ്ധം അതിഘോര യുദ്ധമാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഷഹീദായി. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊടിയേറ്റെടുത്തു. മദീനയിൽ വഹയിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധരംഗങ്ങൾ സഹാബത്ത് റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ തങ്ങൾ പറഞ്ഞു, ഇതാ ജഅഫർ കൊടിയേറ്റെടുത്തു. ജഅഫർ ഒരു പാട്ടുപാടി യുദ്ധം നടത്തി. സ്വർഗത്തിന്റെ മണം വരുന്നുണ്ടല്ലോ, ഞാൻ പോവുകയാണ്, എന്നോടൊപ്പം വരാൻ ആഗ്രഹമുള്ളവർ എന്റെ ബാക്കിൽ വന്നോളൂ പറഞ്ഞിട്ട് ശത്രുക്കൾക്കിടയിലേക്ക് എടുത്ത് ചാടി ജഅഫർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വലത് കൈക്ക് വെട്ടേറ്റു. കൈ തൂങ്ങി, ഇടത് കൈയിൽ കൊടി പിടിച്ചു. കാരണം കൊടി വീണാൽ യുദ്ധം തോൽക്കുന്ന അർത്ഥം. യുദ്ധ നിയമം. ഇടത്തെ കൈയിൽ കൊടി പിടിച്ചു, ഇടത്തെ കൈക്ക് വെട്ടേറ്റു. 2 കൈകളും പോയി. റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. കാരണം ജാഫറിന് അത്ര ഇഷ്ടമാണ് അല്ലാഹുവിന്റെ റസൂൽ. അബൂ ത്വാലിബിന്റെ മോനല്ലേ, മൂത്താപ്പന്റെ മോൻ. പക്ഷെ കൊടി താഴെ വീണില്ല. 2 ഭുജങ്ങളെ കൊണ്ട് കൊടി ചേർത്ത് പിടിച്ചു ജാഫർ റളിയല്ലാഹു അൻഹു. പക്ഷെ ആരോ അമ്പെയ്തു മുഅ്തദിൽ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജഅഫറിന്റെ വീട്ടിലേക്ക് വന്നു. അസ്മ റളിയല്ലാഹു അൻഹാ ഭാര്യ അസ്മ പറയാണ്, റസൂലുള്ളാഹി പുറക്കേക്ക് വന്നപ്പം എന്റെ മക്കൾക്കുണ്ടായ സന്തോഷം. ജഅഫറിന്റെ മക്കൾ അവരോടി വരുന്നു, റസൂലുള്ളാഹിന്റെ മുതുകത്ത് കയറുന്നു, റസൂലുള്ളാഹി തങ്ങളെ ചുംബിക്കുന്നു, മടിയിലിരുത്തുന്നു, താലോലിക്കുന്നു. കാരണം മൂത്താപ്പന്റെ മോന്റെ മക്കളല്ലേ.
പക്ഷെ എന്റെ മക്കളുടെ ഈ സന്തോഷവും ആഹ്ലാദവും കണ്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ല. ഞാൻ ചോദിച്ചു, മാ ബാലു ജഅഫർ യാ റസൂലല്ലാഹ്, നബിയെ ജഅഫറിന് എന്തു പറ്റി? കാരണം എന്റെ മക്കൾ ഇങ്ങനെ സന്തോഷിക്കുമ്പോഴും റസൂലുള്ളാഹി തങ്ങൾ ചിരിക്കാതെ സങ്കടം ഉള്ളിൽ ഒതുക്കി വെക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, അസ്മാ, നിനക്ക് അല്ലാഹു നല്ലൊരു പകരക്കാരനെ തരട്ടെ. ജാഫർ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാൻ കഴിഞ്ഞില്ല. നിനക്ക് അല്ലാഹു നല്ല പകരക്കാരൻ. അസ്മാ പറഞ്ഞു റളിയല്ലാഹു അൻഹ, എന്റെ വീട് നിശ്ചലമായി, എന്റെ മക്കൾ കളി നിർത്തി. ഞാൻ എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഉണക്കാനിട്ട ഗോതമ്പ് മണി ഒരു കുരുവി വന്ന് കൊത്തി പറന്നാൽ അത് സുഖമായി തിന്നിട്ട് പോകും. അത്ര നിശ്ചലമായി എന്റെ വീട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയായി. തങ്ങൾ പറഞ്ഞു, ഉസ്മാ, വിഷമിക്കണ്ട, ഞാൻ കാണുന്നു ജഅഫറിനെ സ്വർണം കൊണ്ടുള്ള 2 ചിറകുകൾ കൈകൾക്ക് പകരം നൽകപ്പെട്ട് സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന ജഅഫറിനെ ഞാൻ കാണുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പരീക്ഷയിൽ പാസ്സായ പിന്നെ സമ്മാനം കൊടുക്കലാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന് ശേഷം ജഅഫറിന്റെ മക്കളെ കാണുമ്പോൾ സഹാബാക്കൾ പറയും, അസ്സലാമു അലൈക്കും യബ്ന തയ്യാർ, സ്വർഗത്തിൽ പറക്കുന്നവന്റെ മോനെ സലാം എന്ന് പറയും സഹാബാക്കൾ. പ്രിയപ്പെട്ടവരെ, പരീക്ഷകൾ നമുക്ക് വന്നില്ല, ദീനിന്റെ നമ്മുടെ ഈമാന്റെ വന്നാൽ നമ്മളൊക്കെ തോറ്റുപോകും. അല്ലാഹുവോട് ബലാഗ് ചോദിച്ചൂടാ, പരീക്ഷണങ്ങളെ ചോദിച്ചൂടാ, കാവൽ തരണം പരീക്ഷണങ്ങൾക്ക്. അല്ലാഹു പറഞ്ഞു, അഹസിബന്നാസ്, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, അയ്യുത്രകു അയ്യഖൂലു ആമന്ന, നമ്മൾ വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ അല്ലാഹു വെറുതെ വിചാരിക്കുന്നുണ്ടോ? വഹും ലാ യുഫ്തനൂൻ, പരീക്ഷിക്കപ്പെടാതെ. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ, അല്ലാഹുവിന് അറിയണം ആരാണ് സത്യസന്ധമായി പറയുന്നതെന്നും വലയഅലമന്നൽ കാദിബീൻ, ആരാണ് കള്ളന്മാരെന്നും. നമ്മളെ പരീക്ഷിച്ചാൽ അല്ലാഹു കാക്കട്ടെ. ഒരു കാര്യം അല്ലാഹു നമ്മളെ പരീക്ഷിക്കാൻ തയ്യാറായ, എന്തെങ്കിലും പരീക്ഷ വന്നാൽ വല്ലാഹി സുമ്മ വല്ലാഹി, അത് അല്ലാഹുവിന്റെ ഇഷ്ടത്തിന്റെ അടയാളമാണ്. സാമ്പത്തികമായോ ശാരീരികമായോ കുടുംബത്തിലോ കച്ചവടത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് പ്രയാസമുണ്ടോ, അറിഞ്ഞോളി, അത് അല്ലാഹുവിന്റെ മുഹബ്ബത്തിന്റെ അലാമത്താണ്. കാരണം എന്താ അറിയോ, ഇഷ്ടമില്ലാത്തവനെ അല്ലാഹു വിടും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വാരിക്കോരി കൈവേ കൊടുത്തിട്ട് സൂക്ഷിക്കണമെന്ന് പറയും. وإذا أردنا أن نهلك قرية أمرنا متر فيها ففسقوا فيها فحق عليها القول فدمرناها تدميرا. ഒരു നാടിനെ, ഒരു രാജ്യത്തെ നാം നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അനുഗ്രഹങ്ങൾ എടുത്തു കളയലല്ല, അമർനാ മുത്റ ഫീഹ, അവിടെയുള്ള മനുഷ്യന്മാരെ ഞാൻ സുഖലോലുപന്മാരാക്കി മാറ്റി, വാരിക്കോരി കൊടുക്കും. ഫഫസഖൂ ഫീഹ, അവർ ആ സുഖത്തിനെ കാണ്ട് കൂടുപോകും. അപ്പോൾ ഞാൻ പിടിക്കും. തകർത്ത് തെളിപ്പണമാക്കി. പക്ഷെ മുഅ്മിനിനെ അങ്ങനെയല്ല, അങ്ങനെ വിടൂല, അങ്ങനെ സുഖിക്കാൻ വിടൂല. ഒന്ന് റൂട്ട് തെറ്റുന്നുണ്ടെന്ന് കാണുമ്പോൾ എനിക്കും രോഗിയാ കടത്തു, ചിലപ്പോ കച്ചവടം പൊട്ടും, ചിലപ്പോ കടബാധ്യത വരും, ചിലപ്പോ മക്കൾ മരിക്കും, ചിലപ്പോ വേറെ എന്തെങ്കിലും ടെൻഷനാവും. എന്തെങ്കിലും ഒന്ന് അല്ലാഹു തന്നിട്ട് ഓർമ്മപ്പെടുത്തും, എടാ എന്നെ മറക്കല്ല, എന്നെ ഓർക്കും. അതിനാണ് ആ ബലാഗ്, അത് മുഹബ്ബത്തിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. ഇന്നൽ അംറ കുല്ലഹു ലഹു ഖൈർ, അവന്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അവന് ഖൈർ തന്നെ. ഇദാ അസാബതുഹു സറ, എന്തെങ്കിലും സന്തോഷകരമായ കാര്യം ഉണ്ടായാൽ ശഖർ, ഒരല്ലാഹുക്ക് സ്തുതി പറയും, നന്ദി പറയും. വഇൻ അസാബതുഹു ദറ, എന്തെങ്കിലും പരീക്ഷണം വന്നാലോ സബർ, ഓൻ ക്ഷമിക്കും. ഇത് അല്ലാഹുവിന്റെ പരീക്ഷയാണ്, മനസ്സിലാക്കും, അങ്ങനെ പോകും. ഫകാന ഖൈറൻ ലഹു, അത് അവന് ഖൈർ തന്നെ. റസൂലുള്ളാഹി തങ്ങൾ പള്ളി ഇങ്ങനെ ചിരിച്ചു. സഹാബാക്കൾ ചോദിച്ചു, എന്താ നബിയെ ചിരിക്കുന്നത്? തങ്ങൾ പറഞ്ഞു, അഅജബനി അംറുൽ മുസ്ലിം, ഞാൻ മുഅ്മിനിന്റെ കാര്യം ഒന്ന് ചിരിച്ചു പോയതാണ്. ഓ പരീക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും രണ്ടും ഓന് ഖൈർ തന്നെ. അല്ലാഹു ആ കൂട്ടത്തിൽ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കാരണം പരീക്ഷ വന്നാൽ എന്താ മനസ്സിലാക്കുക, എന്റെ റബ്ബിനോട് ഇഷ്ടമുള്ളവനാണ്, എനിക്കെന്തോ സംതിങ് റോങ് വന്നിട്ടുണ്ട്,
എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത എന്തോ സംഗതി വന്നിട്ടുണ്ട്, അത് ശരിയാക്കാൻ എന്റെ റബ്ബൻ നിന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്ത കുരുത്തക്കേടുകളുടെ അസാബിനെ എനിക്ക് ആഖിറത്തിൽ തരാണ്ടിക്കാൻ എന്റെ റബ്ബ് എനിക്ക് എടുത്തേണ്ടതിരുന്നതാണ്. ഖലാസ്, രക്ഷപ്പെട്ടില്ലേ? അല്ലാഹു ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ അസാബിനെ പരീക്ഷണങ്ങളായി ദുനിയാവിൽ തന്നെ തന്നിട്ട് തീർക്കാം. കാരണം ആ അടിമനെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അതോട്ട് ഇതറിയുന്നില്ല. അപ്പൊ പിന്നെ വൃത്തക്കേട് കാണിക്കാം. അള്ളാഹു നീതിമാനാണ്, ശിക്ഷിച്ച വെച്ച് വൃത്തക്കേട് കാണിച്ചാൽ അങ്ങനെ കിടക്കട്ടെ ദുനിയാവിന്, എന്റെ അടിമ ആഖിറത്തിൽ സുഖമായി ജീവിച്ചത് എങ്കിൽ ഖൈറാണ്, എങ്കിൽ ആ പരീക്ഷണം ഖൈറാണ്. അല്ലെങ്കിൽ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു ഒരു അടിമക്ക് ഒരു ദറജ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഈ ചങ്ങായി ആള് എത്തൂല, അമൽ ചെയ്യില്ല, മടിയനായി, നല്ല മനുഷ്യനായിരിക്കും, പക്ഷെ തെറ്റൊന്നും ചെയ്യുന്നുണ്ടാവില്ല. എന്നാലും എന്തില്ല, ഒരു ഉഷാറില്ല. ചിലണ്ടല്ല, ചില പിള്ളേരുണ്ടാവും, ഇപ്പോൾ മനസ്സിൽ നല്ല ബുദ്ധി ഉണ്ടാവും, നല്ല ബുദ്ധി ഉണ്ടാവും, നല്ല എന്തായാലും പറയാ ക്യാച്ചിങ് പവർ. വെറുതെ ഇങ്ങനെ ഇരിക്കുക, ഒന്നും ശ്രദ്ധിക്കൂല, പഠിക്കൂല. പരീക്ഷയിലാവുമ്പോൾ രാത്രി പുസ്തകം, പിറ്റേന്ന് ഫുൾ മാർക്ക്. നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് നമ്മൾ പറയുക ലീനൊന്നും കണ്ടില്ലേ, അങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ. എല്ലാം ചെയ്യാൻ പറ്റും, എന്നാലും ഒരു മടി, തെറ്റൊന്നും ചെയ്യില്ല. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ചില കാര്യങ്ങൾ ആ അടിമ ചെയ്യുന്നുണ്ടാവും, അത് അള്ളാഹിന്റെ അർശിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കും. ഏതാണെന്നറിയില്ല. ഒരു മദീനത്തെ പള്ളിയിൽ 5 മിനിറ്റും കൂടെ, മദീനത്തെ പള്ളിയിൽ ഒരു അതിഥി വന്നു. വിശ്വാസം ചോദിച്ചു, ആരുണ്ട് ഇന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ ഭക്ഷണം കഴിപ്പിക്കാൻ? ഒരാൾ, നബിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. സഹാബാക്കൾ അങ്ങനെയാണ്, ചാൻസ് കളയില്ല, ഞാൻ കൊണ്ടുപോകാം. കൊണ്ടുപോയി പെരുക്കത്തിപ്പോ ഭാര്യ പറഞ്ഞു, എന്ത് കൊടുക്കും, അതിഥിക്ക് ഭക്ഷണം കൊടുക്കണേ? ഒന്നുമില്ല. അല്ല, അപ്പൊ എന്നാലും എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഈ ഭർത്താവ് ആശമുണ്ടൊരു നന്മ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും, നീ നോക്ക്. ഭാര്യ പറഞ്ഞു, കുറച്ച് ഗോതമ്പിന്റെ പൊടിയുണ്ട്, അത് കൊടുക്കാൻ പറ്റില്ല, മക്കൾക്ക് ഉണ്ടായി കൊടുക്കണം. എനിക്ക് മക്കൾ കാര്യമില്ല. അപ്പൊ മുമ്പിൽ പറയാണ്, എടി നീ ഒരു കാര്യം ചെയ്യും, നീ എന്തെങ്കിലും പറഞ്ഞിട്ട് മക്കളെ കൃത്യം ഓർക്ക്, എന്തെങ്കിലും പറഞ്ഞിട്ട് മക്കളെ ഓർക്കിപ്പോട്ടെ, ഉള്ളതിനെ കൊണ്ട് റൊട്ടി ഉണ്ടാക്കും. ഞാൻ രാത്രിയാകുമ്പോൾ അയാളെ കൂട്ടിയിട്ട് വരും, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കും. അപ്പൊ ആതിഥേയെന്ന് നോക്കും, നമ്മൾ തുടങ്ങാണ്ട് അതിഥി തുടങ്ങൂല. അപ്പൊ ഞാൻ തുടങ്ങും, ജസ്റ്റ് നീ എന്ത് ചെയ്യാ, വിളക്ക് ഒന്ന് വൃത്തിയാക്കാൻ വരുന്ന പോലെ വന്നിട്ട് അതൊന്ന് കൃഷി കളയാം. എണ്ണ വിളക്കല്ലേ, ഇരുട്ടാവും. ഞാൻ തിന്നും പോലെ ആമ്യം കാണിച്ചോളും, മൂപ്പര് തിന്നോട്ടെ. എന്ത് വിദ്യാസഹാക്കളെ രാത്രി വന്നിരുന്നു, ഭാര്യ പറഞ്ഞ പോലെ ചെയ്തു, വിളക്ക് കെടുത്തി, അതിൽ സുഖമായിട്ട് വാഹനത്തായിട്ട് തുടങ്ങി. രാവിലെ 2 പള്ളിയിൽ പോയി സുഖവാഹിത്തങ്ങൾ ഈ സഹാബിയെ ചിരിച്ചോണ്ട് സ്വാഗതിച്ചു. ഇത് പറഞ്ഞു, നീയും നിന്റെ ഭാര്യയും ഇന്നലെ ചെയ്ത പ്രവൃത്തിയുണ്ടല്ലോ, ഉടമസ്ഥനായ റബ്ബിനെ വല്ലാതെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. വല്ലാണ്ട് ചിരിച്ചു ഉറപ്പ് നിങ്ങളുടെ ഇന്നലത്തെ രാത്രിയിൽ ആ പ്രവൃത്തി കണ്ടിട്ട്. അങ്ങനെ ചില കാര്യങ്ങളുണ്ടാവും, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ ഇവൻ ആ ദറജയിൽ എത്താനുള്ള അമലുകൾ ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യും? കുറച്ച് കിടക്ക്, എന്തെങ്കിലും രോഗം, അല്ലെങ്കിൽ എന്തെങ്കിലും കടബാധ്യത, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷമം. കാരണം നിന്നെ വേറെ ആളെത്തിക്കട്ടെ. ഖൈറാണ് മുഅ്മിനീനോട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരീക്ഷ ചോദിക്കരുത്, പരീക്ഷയെ ക്ഷമയോടെ കൈകാര്യം ചെയ്യണം. അള്ളാഹിനെ കുറ്റപ്പെടുത്തുന്ന, അള്ളാഹുവിനെ ആക്ഷേപിക്കുന്ന ഒരു വാക്ക് മുൻഗാമികളുടെ ഭാഗത്തു നിന്ന് വരാത്ത പോലെ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നുകൂടാ. എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. സഹിക്കാം, ക്ഷമിക്കാം. ചിലപ്പോൾ അതെന്റെ ജീവിതത്തിന്റെ അവസാനമായിരിക്കും, എന്നാലും നാളെ ആഖിറം എന്നെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹു പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മാരകമായ പരീക്ഷകൾ തന്ന് നമ്മുടെ ഈമാനിനെ പരീക്ഷിക്കാതെ നമ്മുടെ റബ്ബ് നമ്മളെ സംരക്ഷിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.